സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാട്ടെ. ഈ രാവിലെ സമയം ഒരു നിമിഷം കൂടെ ദൈവത്തെ അറിയുവാനും ഓർക്കാനും നന്ദി കരാറ്റാനുമൊക്കെ ഒരവസരം കൂടെ തന്നതിനായി ദൈവത്തോട് നന്ദി പറയും. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശുവ വിളിച്ചിടുന്നു. സത്യവചനം കേട്ടു നിവാ നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നിവാ നിത്യജീവൻ നിനക്കേകിടുമേ. നിൻപേരും ജീവ പുസ്തകത്തിൽ ഉന്മയായിട്ടിന്നെഴുതിയിടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശുവ വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിന്റെ രക്ഷകനെ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശുവ വിളിച്ചിടുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയുന്നവർക്കും ദൈവത്തെ അറിയാതെ നടക്കുന്നവർക്കും എല്ലാം ഈ ലോകത്ത് പ്രശ്നങ്ങളാണ്. പക്ഷെങ്കിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അറിയാതെ നടക്കുന്നവർക്കുള്ള പ്രശ്നങ്ങൾ എന്താണ്? അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് പറയാൻ പറ്റും. കാര്യം പല പല ലോണുകളും എടുത്ത് പല പ്രവൃത്തികളും ചെയ്ത് പൈസ ഇല്ലാത്തടത്ത് പൈസ ഉണ്ടാക്കി വീട് വെക്കുന്നു, പിള്ളേരെ പഠിപ്പിക്കുന്നു, വസ്തു മേടിക്കുന്നു, ലോണെടുത്ത് സകല പ്രവൃത്തികളും ചെയ്തിട്ട് കടം കയറി അതിനാൽ അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ രോഗങ്ങളൊക്കെ വന്ന് ആശുപത്രികളിൽ കയറി കടം മേടിച്ച് ആശുപത്രികളിൽ അഭയം തേടി പൈസ മുഴുവനും തീർന്ന് ആ കുടുംബം നരകതുല്യമായി തീർന്നിട്ട് സമാധാനമില്ലാതെ കഴിയുന്നു. ചികിത്സിച്ചവന് മരണപ്പെട്ടു പോവുകയും ചെയ്യും. പിന്നെ ജോലികളൊക്കെ ചെയ്ത് പലരും ദുർനടപ്പുകളാൽ പല പ്രവൃത്തികളും ചെയ്ത് സമാധാനമില്ലാതെ പൈസ ഇല്ലാതെ കടക്കെണിയായി പല കുടുംബങ്ങളും സമാധാനമില്ല കഴിയുന്നു. അങ്ങനെ ഓരോ പ്രവൃത്തികളും മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളാൽ അവർക്ക് സമാധാനമില്ലാതെ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പക്ഷെങ്കിൽ ദൈവത്തെ അറിയുന്ന മനുഷ്യനും ദൈവത്തെ ആത്മാർത്ഥമായി അറിയാനും ആ ദൈവപാതയിൽ കൂടെ നടക്കുവാനും ആ കൽപ്പനകൾ അനുസരിക്കണം എന്ന് വിചാരിച്ച് അവൻ വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ അവന് തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാകും. കാര്യം ദൈവത്തിങ്കൽ നിന്നും ഒരു നന്മയോ അല്ലെങ്കിൽ ആ നിത്യജീവൻ പ്രാപിക്കുവാനോ എതിർകക്ഷിയായ പിശാച് ഒരിക്കലും സമ്മതിക്കത്തില്ല. അവൻ പല പ്രശ്നങ്ങളും കൊണ്ടുവന്ന് നിങ്ങളുടെ ഇടയിൽ ഈ ദൈവത്തെ അറിയാതിരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാതയിൽ കൂടെ നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി അവൻ പല പ്രവൃത്തികളും ചെയ്യും. സകലതും അവന് പറ്റും. രോഗങ്ങൾ കൊണ്ടുതരാനും
ജീവിതത്തിൻ്റെ ശൈലികൾ മാറ്റുവാനുമൊക്കെ അവൻ പല പ്രവൃത്തികളും ചെയ്യും. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് അറിയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന് വരുന്ന ബുദ്ധിമുട്ടുകളാണ്. അതേസമയം ദൈവത്തെ അറിഞ്ഞും ലോകത്തെ ആശ്രയിച്ച് ലോകപ്രകാരം ജീവിക്കുന്നവനും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. നല്ല സമ്പത്തുള്ളവനൊക്കെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നുണ്ട്. 2 വള്ളത്തേലും ചവിട്ടി യാത്ര ചെയ്ത് ലോകവും ദൈവവും ആയി അവരിങ്ങനെ പോകുന്നു. അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാര്യം പിശാചിനറിയാം, അവൻ എന്തൊക്കെ പ്രസംഗിച്ചാലും എതിലേക്ക് നടന്നാലും ആ പിശാചിനുള്ളവനാണെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ്റെ മേൽ വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ ഈ പിശാചിൻ്റെ ലോകത്ത് നിന്നുകൊണ്ട് തന്നെ ദൈവരാജ്യം പറഞ്ഞ് 2 വള്ളത്തേൽ കാല് ചവിട്ടി നടക്കാൻ പറ്റും. പക്ഷെ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവന് വളരെ കഷ്ടങ്ങളുണ്ടാകും. അഗ്നിയാൽ തന്നെ സ്നാനപ്പെടണം. വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകും. 4 വശത്തൂടെയും പ്രശ്നങ്ങളുണ്ടാകും. അതിൽ നിന്നും ജയിച്ച് ആ ദൈവത്തെ അറിയുവാനാണ് ശ്രമിക്കേണ്ടത്. ആ ദൈവരാജ്യം എന്താണെന്ന് അറിയുന്നത് തന്നെ അറിയാൻ അവൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. പിശാചിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഒരുവനെപ്പോലും ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വിടുവാനല്ല അവൻ ആ പദ്ധതിയിലേക്ക് അവൻ എത്തിക്കത്തില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ വളരെ കഷ്ടങ്ങൾ സഹിച്ചാണ് ദൈവത്തിൻ്റെ ഭക്തന്മാരും പുത്രന്മാരുമൊക്കെയായി നടക്കുന്നവർ വളരെ കഷ്ടം സഹിച്ചാണ് അവരൊക്കെ ആ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലെത്തിയിരിക്കുന്നു. കഷ്ടങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ദൈവരാജ്യത്തെ വ്യവസ്ഥകൾ എന്താണ്? മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും നിവൃത്തിയാകും. സകലതും നമുക്ക് നൽകിത്തരും. നമുക്കെന്താണ് വേണ്ടി ഈ ലോകത്ത്? ഉണ്ണാനും ഉടുക്കുവാനും ഒരു പാർപ്പിടമൊക്കെ ഉണ്ട്. അത് തന്നെ മതി. കൂടുതൽ ചിന്തിച്ച് കൂടുതൽ പണക്കാരനാകാനും അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തികത്തിലായാലും മറ്റു പല കാര്യത്തിലായാലും ഉയർച്ച പ്രാപിപ്പാനാണോ ശ്രമിക്കുന്നതെങ്കിൽ ആ ദൈവത്തിലേക്ക് എത്തുവാൻ, ആ ദൈവരാജ്യത്തിലേക്ക് എത്തുവാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം മനുഷ്യൻ്റെ പല പ്രവൃത്തികളാലും ദൈവത്തെ എത്തുവാനും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാനും ഒക്കെയായി വളരെ ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു എന്ന് പറയുകയും അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മഹാകള്ളനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്, അല്ലെ ദൈവത്തിൻ്റെ പാതയിൽ കൂടെ ആ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ് ദൈവപുത്രന്മാർ. ദൈവത്തിൻ്റെ പുത്രൻ വന്നതോടുകൂടി യഹൂദന്മാർ പല പാപങ്ങളും ചെയ്ത് പല പ്രവൃത്തിയിലും അവർ തെറ്റിപ്പോയപ്പോഴും ആ അവരുടെ ലംഘനങ്ങളാൽ അവർക്ക് യാഗങ്ങളും അങ്ങനെ ന്യായപ്രമാണങ്ങൾ അവർക്ക് കൊടുത്തു. പല പ്രവൃത്തികൾ ചെയ്യുന്നു, പല പാപങ്ങൾ ചെയ്യുന്നു. ആ ലംഘനങ്ങൾ നിമിത്തം
അവർ ആടുകളെയും പ്രാവുകളെയും സകല ഇതും യാഗം കഴിച്ച് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുവാൻ അവർക്ക് ഒരിക്കലും പറ്റിയില്ല. പിന്നെയും പാപം ചെയ്യുന്നു, പിന്നെയും യാഗം കഴിക്കുന്നു. അങ്ങനെ യാഗങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ഒരിക്കലും വരാഞ്ഞതിൻ്റെ പേരിലല്ലേ ദൈവപുത്രൻ വന്ന് ആ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഒരേ യാഗത്താൽ സകലതും നിവൃത്തിയാക്കി. ആ ക്രൂശിന്മേൽ ആ അടിപ്പിണരാൽ നമുക്ക് സകലതും നിവൃത്തിയാക്കി. സകല രോഗങ്ങളും സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ അടിപ്പിണരാൽ സൗഖ്യം വന്നു കഴിഞ്ഞു. പക്ഷെ ദൈവത്തെ അറിയുന്നുണ്ട് മനുഷ്യന് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് പിശാചിൻ്റെ പ്രവൃത്തികളാണ്. അത് അവനെ എത്തേണ്ടിയ സ്ഥലത്ത് എത്തിക്കാതിരിക്കുവാൻ അവൻ പല പ്രവൃത്തികളും ചെയ്യും. ആ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകളെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ അനേക കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പല പ്രശ്നങ്ങളാണ്, പല നിയമങ്ങളാണ്. ആ നിയമങ്ങളെല്ലാം തന്നെ പാലിക്കണം. ഇല്ലെങ്കിൽ അതിനായിട്ടുള്ള ശിക്ഷകളുണ്ട്. അതുപോലെ തന്നെ ദൈവരാജ്യത്തും എല്ലാ കൽപ്പനകളും അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അനുസരണമുള്ളവരായി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ആ ദൈവരാജ്യം, ആ നിത്യത നമുക്ക് വേണം. ആത്മാവിനെ കളയാതെ ആ നിത്യതയിലേക്ക് പോകുവാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഉയരങ്ങളിലേക്കുള്ളത് ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തേക്ക് കടക്കുവാനും ആ ആത്മാവിനെ കളയാതെ നിത്യജീവനിലേക്ക് പോകുവാനും എല്ലാവരും ഉത്സാഹിക്കുക. ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.